പോലീസ് നയം എന്താകണമെന്ന് സർക്കാരിനെ ഉപദേശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഭീകരപ്രവർത്തനം തടയാൻ മാത്രമേ UAPയെ ഉപയോഗിക്കാവൂ. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ മറവിൽ പോലീസിനെ ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കോടിയേരി പറയുന്നു. ജനഗണമനയുടെ മറവിൽ കപടദേശീയത എന്ന തലക്കെട്ടിൽ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കോടിയേരി നിലപാട് വ്യക്തമാക്കുന്നത്. പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്തായിരിക്കണമെന്ന CPM നിലപാട് വ്യക്തമാക്കുന്നതാണ് കോടിയേരിയുടെ ലേഖനം. LDF സർക്കാരിന് പ്രഖ്യാപിത പോലീസ് നയമുണ്ട്. അത് മോഡി സർക്കാരിന്റെയോ മുൻ UDF സർക്കാരിന്റെയോ നയമല്ല. ഭീകരപ്രവർത്തനം തടയാൻ മാത്രമേ UAPയെ ഉപയോഗിക്കാവൂ. അതിന് വിരുദ്ധമായ ചെയ്തി ഉണ്ടാകരുതെന്ന് പോലീസിനും സർക്കാരിനും കോടിയേരി മുന്നറിയിപ്പ് നൽകുന്നു. UDF സർക്കാർ UAPയെ ദുരുപയോഗം ചെയ്ത CPM പ്രവർത്തകരെ ജയിലിലടച്ചു. അന്ന് ചെറുശബ്ദം പോലും ഉയർത്താതെ മൗനികളായിരുന്നവർ ഇന്ന് വാചാലരാകുന്നത് അർദ്ധഗർഭമാണ്. നാദിറിനെതിരെ UAPയെ ചുമത്തിയത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും വസ്തുതാപരമല്ലെന്ന് കണ്ട് വിട്ടയച്ചു. മുൻ സർക്കാർ തെറ്റായി UAPയെ ചുമത്തിയ കേസുകളിൽ പുനഃപരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെടുന്നു. ചലച്ചിത്രമേളയ്ക്കിടെ ദേശീയഗാന വിവാദത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തവരെയും വിട്ടയച്ചു. സുപ്രീം കോടതി വിധി പാലിക്കാൻ മാത്രമായിരുന്നു അവരെ കസ്റ്റഡിയിലെടുത്തത്. നോവലിസ്റ്റ് കമൽ സി ചവറയ്ക്കെതിരെയുള്ള പോലീസ് നടപടിയെയും കോടിയേരി വിമർശിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. വിട്ടയച്ചത് ഉചിതമായ നടപടിയും. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനും ആക്ടിനും വിരുദ്ധമായ നടപടികൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ശക്തമായി ഇടപെടുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പോലീസിനെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ തിരിച്ചറിയണം. പിണറായി സർക്കാർ ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും കോടിയേരി അഭിപ്രായപ്പെടുന്നു. അറസ്റ്റ് വിവാദമുണ്ടായപ്പോൾ പാർട്ടി സ്വീകരിച്ച നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ് ലേഖനത്തിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി. ന്യൂസ് 18 തിരുവനന്തപുരം.